പോളിനേഷ്യയിലെ ഒരു വിദൂര അഗ്നിപർവ്വത ദ്വീപാണ് ചിലിയൻ പ്രദേശമായ ഈസ്റ്റർ ദ്വീപ്. റാപ്പ നുയി എന്നാണ് ഇതിൻ്റെ ജന്മനാമം. 13-16 നൂറ്റാണ്ടുകളിൽ ഇവിടുത്തെ നിവാസികൾ സൃഷ്ടിച്ച മോയ് എന്നറിയപ്പെടുന്ന 900ഓളം സ്മാരക പ്രതിമകൾ ഇവിടെയുണ്ട്. വലിയ തലകളുള്ള കൊത്തിയെടുത്ത മനുഷ്യരൂപങ്ങളാണ് മൊവായ്. കുത്തനെയുള്ള മൊവായുടെ ഏറ്റവും വലിയ കൂട്ടം അഹുടോങ്ക്രിക്കിയിലാണ് ഉള്ളത്. 1722 ഈസ്റ്റർ ഞായറാഴ്ച ഈ വിദൂര ദ്വീപിൽ വന്നിറങ്ങിയ ആദ്യത്തെ യൂറോപ്യൻ ഡച്ച് അഡ്മിറൽ ജേക്കബ് റോഗീൻ ആദരസൂചകമായി ഈ ദ്വീപിനെ ഈസ്റ്റർ ദ്വീപ് എന്ന് വിളിച്ചു. എന്നിരുന്നാലും ഇതിൻ്റെ തദ്ദേശീയ നാമം റാപ്പ നുയി എന്നാണ്. തദ്ദേശവാസികൾ ദ്വീപിനെ ഈ പേരുപയോഗിച്ച് വിളിക്കുന്നു. കൂടാതെ ഈ പ്രദേശവാസികൾ റാപ്പ നുയി എന്നും അറിയപ്പെടുന്നു. തെക്ക് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ അതിൻ്റെ ഏറ്റവും അടുത്ത അയൽരാജ്യമായ ചിലിയിൽ നിന്നും 3800 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റർ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വിദൂരമായ ജനവാസമുള്ള ദ്വീപുകളിൽ ഒന്നാണ്. ഇത് ചിലിയുടെ ഒരു പ്രദേശമായി തുടരുന്നു. ശാന്തമായ ജീവിതമാണ് ഈസ്റ്റർ ദ്വീപിലേത്. മലിനീകരണത്തിൽ നിന്ന് വലിയ തോതിൽ മുക്തമാണ് ഈ ദ്വീപ്. ദ്വീപിന് ചുറ്റും വെള്ളം 50 മീറ്റർ മുതൽ 60 മീറ്റർ വരെ സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിനടിയിൽ വർണ്ണാഭമായ പവിഴപ്പുറ്റുകളും മറ്റും വ്യക്തമായി കാണുവാൻ സാധിക്കും. 800 മുതൽ 1700 വർഷങ്ങൾക്ക് മുൻപ് ധീരനായ തലവൻ ഹോട്ടു മാതുവ തൻ്റെ ജനങ്ങളെ ഈസ്റ്റർ ദ്വീപിലേക്ക് നയിച്ചതായി ചരിത്രം പറയുന്നു. പുരാണത്തിലെ പോളിനേഷ്യൻ ദ്വീപായ ഹിവയിൽ നിന്നുള്ള മുഖ്യനും അദ്ദേഹത്തിൻ്റെ ആളുകളും വലിയ തോണികളിൽ ഈസ്റ്റർ ദ്വീപിൽ വന്നിറങ്ങി. അവർ ദ്വീപിൽ താമസമാക്കി. വാഴപ്പഴം, കരിമ്പ്, കോഴികൾ തുടങ്ങിയ പുതിയ ഇനങ്ങളെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്തി. യൂറോപ്യൻ പര്യവേഷകർ എത്തുന്നതുവരെ മറ്റുള്ളവരിൽ നിന്ന് വളരെ അകലെ ഇവർ താമസിച്ചു പോന്നു. റാപ്പ നുയി സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ ഘടകങ്ങളിൽ ഒന്നാണ് കൂറ്റൻ മോയി പ്രതിമകൾ. ആരാധിക്കപ്പെട്ട പൂർവികരുടെ മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന കൂറ്റൻ ശിലാശില്പങ്ങൾ മുഖവും തോളുകളും മാത്രം ഭൂമിക്ക് മുകളിലായി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഈസ്റ്റർ ദ്വീപിൽ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് മോയി പ്രതിമകൾ ഉണ്ടായിരുന്നു. ദുർലഭമായ വിഭവങ്ങളെ ചൊല്ലി വംശങ്ങൾ പോരാടിയപ്പോൾ അവർ പരസ്പരം മോയികളും തകർത്തു കളഞ്ഞു. ആയിരത്തി 1995 യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി ദ്വീപ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചില മോയികൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. മോവായ് വലുതും കട്ടിയുള്ളതുമാണ്. ദ്വീപിലെ റാനു രരാക്കു അഗ്നിപർവ്വതത്തിൽ നിന്നും കണ്ടെത്തിയ അഗ്നിപർവ്വത ചാരത്തിൽ നിന്നും ദ്വീപ് നിവാസികൾ കല്ലുകൊണ്ട് കൊത്തിയെടുത്തതാണ് മോവായ് പ്രതിമകൾ. 4 മീറ്റർ ഉയരവും 1.6 മീറ്റർ വീതിയും 12.5 ടൺ ഭാരവുമുള്ള കൂറ്റൻ കൽപ്രതിമകളാണ് മോവായ്. ഈസ്റ്റർ ദ്വീപിലെ നിവാസികൾ എല്ലാ വർഷവും തപതി റാപ്പ നുയി ഫെസ്റ്റിവൽ കൊണ്ട് അവരുടെ സംസ്കാരം ആഘോഷമാക്കുന്നു. മരം കൊണ്ടുള്ള കൊത്തുപണികളുള്ള 8 സ്ട്രിംഗ് ഫ്ലാറ്റ് യഗുലേലകളിൽ പ്ലേ ചെയ്യുന്ന സംഗീതം തുടങ്ങിയ പരമ്പരാഗത പ്രവർത്തനങ്ങളോടെ ഫെബ്രുവരി ആദ്യ 2 ആഴ്ചകളിലാണ് ഇത് നടക്കുന്നത്. ഉത്സവകാലത്ത് ദ്വീപ് 2ആയി വിഭജിക്കുന്നു. 2 ടീമുകളെയും നയിക്കുന്ന ഒരു രാജ്ഞിയാണ്. വിജയിക്കുന്ന ടീമിൻ്റെ രാജ്ഞി വർഷം മുഴുവൻ ദ്വീപിൻ്റെ രാജ്ഞിയെ കിരീടമണിയുന്നു.